കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ 9:40-ന് ക്ഷേത്രതന്ത്രി ശ്രീകോവിലിൽ നിന്ന് പൊങ്കാല കളത്തിലേക്ക് പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു. ഉച്ചയ്ക്ക് 2:15-ന് ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, പൊങ്കാല എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ 9:40-നാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്നും ക്ഷേത്രതന്ത്രി പണ്ടാര അടുപ്പിലേക്ക്, പ്രധാന അടുപ്പിലേക്ക് അഗ്നി പകർന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിന്റെ പരിസരം, ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പണ്ടാര അടുപ്പിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൊങ്കാല തിളച്ച് തൂവി കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്ഷേത്രത്തിന്റെ നാനാഭാഗങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഓരോ പൊങ്കാല കളങ്ങളിലേക്കും അഗ്നി പകർന്നതിന് ശേഷം അവരൊക്കെ പൊങ്കാല പായസങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ക്ഷേത്രത്തിലുണ്ട്. സംഘാടകരടക്കം പറയുന്നത് പോലെ, ക്ഷേത്ര ട്രസ്റ്റ് അടക്കം പറയുന്നത് പോലെയും വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് പൊങ്കാല മഹോത്സവത്തിന് കൊടിയേറിയത്. അതിനുശേഷം ഇന്ന് 7-ാം ദിവസമാണ്. മീനമാസത്തിലെ മകം നാളാണ്, അമ്മയുടെ ദിവസമാണ്, അമ്മയുടെ നാളാണ്. ആ നാളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല നടക്കുകയും ചെയ്യുന്നത്. ആ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെയൊക്കെ കരിക്കകം ക്ഷേത്രവും പരിസരവും. എന്തായാലും ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അങ്ങനെ ഓരോ ഭക്തജനങ്ങളും അങ്ങനെ പൊങ്കാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിൽ വെള്ളനിവേദ്യം തയ്യാറാക്കുന്നവരുണ്ട്, കടുംപായസം തയ്യാറാക്കുന്നവരുണ്ട്, മണ്ടപ്പുറ്റും തെരളിയും ഒക്കെ തയ്യാറാക്കി അമ്മയ്ക്ക് അർപ്പിക്കുന്ന ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, ക്ഷേത്രങ്ങളുടെ നഗരമാണ് തലസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായും നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ആറ്റുകാലിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് കരിക്കകം ക്ഷേത്രത്തിലേക്കാണ് പൊങ്കാല അർപ്പിക്കാൻ. 3 ഭാവത്തിൽ 3 രൂപത്തിൽ മഹാലക്ഷ്മിയായും മഹാകാളിയായും ഒക്കെ ഇവിടെ കുടികൊള്ളുന്ന, രക്തചാമുണ്ടിയായും ബാലചാമുണ്ടിയുമായും ഒക്കെ കുടികൊള്ളുന്ന അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഇന്ന്. 600-ലധികം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രം. ആ ആചാരങ്ങളൊക്കെ അതേപടി തുടരുന്ന കാഴ്ചകൾ കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പണ്ടാര അടുപ്പിലെ പണ്ടാര പായസം അല്ലെങ്കിൽ ആ കലത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. സ്വാഭാവികമായും അതിന് സമാനമായി തന്നെയാണ് ലക്ഷക്കണക്കിന് വരുന്ന അടുപ്പുകളിലും ഓരോ പ്രസാദങ്ങളും അമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തർപ്പണത്തിനുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം, അതായത് 2:15 കൂടിയാണ് തർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ നിന്നും ദേവിയുടെ ഉടവാൾ ഈ പൊങ്കാലക്കളത്തിലേക്ക് അല്ലെങ്കിൽ പണ്ടാരടുപ്പിന് സമീപത്തേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും പണ്ടാരടുപ്പിലെ പായസം നിവേദ്യം പൂർത്തീകരിക്കുക. അതോടൊപ്പം തന്നെയാണ് മറ്റ് ക്ഷേത്രത്തിലെ നാനാഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ള പൊങ്കാല കലങ്ങളിലേക്ക് നിവേദ്യ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിലെ ജീവനക്കാരും ഒപ്പം തന്നെ ക്ഷേത്ര കീഴ്ശാന്തിമാരും അടക്കമുള്ളവർ എത്തുന്നതോടുകൂടി 2025-ലെ കരിക്കകം പൊങ്കാലയ്ക്ക് പൂർത്തീകരണത്തിലേക്ക് കടക്കും. വൈകിട്ട് ദേവിയുടെ ഗുരുസിതർപ്പണം ശേഷമുള്ള ചടങ്ങുകളുണ്ട്. ആ ഗുരുസി അടക്കം പൂർത്തീകരിച്ചാണ് അമ്മയുടെ ഈ ഒരു വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് കൊടിയിറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒരു വർഷം കാത്തിരുന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അമ്മയുടെ ഉത്സവ ദിവസം തീരുന്ന ദിവസമാണ്. 7ാം ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവം തീരുന്ന ദിവസം പൊങ്കാല അർപ്പിച്ച് അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ട വഴിപാട് ഓരോ ഭക്തജനങ്ങളും നൽകുകയാണ്. നമ്മൾ നൂറ്റാണ്ടുകളുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ, ദേവി പണ്ട് കരിക്കകത്തേക്ക് എത്തുമ്പോൾ ദേവിയെ ഇവിടെ കുടിയിരുത്തുന്നതിന് മുൻപ് വെച്ചിരുത്തി കുടിയിരുത്തൽ ചടങ്ങ് നടത്തുമ്പോൾ അമ്മയ്ക്ക് അന്ന് പ്രസാദം അർപ്പിച്ച് നൽകിയിരുന്നു. ആ അർപ്പിച്ച് നൽകിയ പ്രസാദത്തിന്റെ ഒരു തുടർച്ച എന്നോണമാണ് എല്ലാ വർഷവും അമ്മയുടെ ആ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായ മീനമാസത്തിലെ മകം നാളിൽ ഇവിടെ പൊങ്കാല നിവേദ്യം നടത്തുകയും ചെയ്യുന്നത്. ആ പൊങ്കാല നിവേദ്യമാണ് ഇന്ന് പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ ഇന്ന് പ്രസാദങ്ങളായി അമ്മയ്ക്ക് മുൻപിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും 2:40-നായിട്ടുള്ള കാത്തിരിപ്പാണ്. ഒപ്പം തന്നെ വിവിധ വിഭവങ്ങൾ തയ്യാറാക്കി അമ്മയ്ക്ക് അർപ്പിക്കാനും അമ്മയ്ക്ക് സമർപ്പിക്കാനുമുള്ള ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ മണിക്കൂറിൽ കരിക്കകം ക്ഷേത്രവും പരിസരവും കടന്നു പോകുന്നത്. കൃഷ്ണരാജ്. ശരി, കരിക്കകത്ത് പൊങ്കാല പുരോഗമിക്കുകയാണ്. 2:15-നാണ് നിവേദ്യ ചടങ്ങുകൾ നടക്കുക. 10,000-ങ്ങളാണ് അവിടെ പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്ര പരിസരത്ത് ഒരുമിച്ച് കൂടിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.